ഇമാം നവവി തന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്ന വിഷയം ഐ മിനൽ ഫിത്നി വൽ ഹുറൂബ്, അതായത് ഇവിടെ ഫിത്നകൾ ഉണ്ടാകും, ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാകും, ഇവിടെ സമൂഹം മുർത്തദ്ദുകളാകലും മുസ്ലിം സമൂഹം മുർത്തദ്ദാവുന്ന അവസ്ഥയുണ്ടാകും. മാത്രമല്ല കലാപങ്ങൾ ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതാണ് ഈ ഹദീസിനെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം നവവി രേഖപ്പെടുത്തി വെക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന കലാപങ്ങൾ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് മുർത്തദായി പോകുന്ന ആളുകളുടെ അവസ്ഥയുണ്ടാകുമെന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയം എന്റെ വഫാത്താണ് ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അത് നടക്കുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായ സൂചനകൾ ഈ വിഷയത്തിൽ കടന്നു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ സൂചനകൾ സ്വഹാബാക്കൾക്ക് നൽകിയിട്ടുണ്ട്. പല സ്വഹാബാക്കളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവർ കരഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് പള്ളി വിട്ട് പുറത്തു പോകാറില്ല. അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുന്ന് പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ 10 മറ്റുള്ള പ്രവാചകന്മാരുടെ മക്ബറുകൾ നോക്കി യാത്ര ചെയ്യാറുള്ള പതിവല്ല. റമദാനിന്റെ അവസാനത്തെ 10 സ്വലാത്തിന്റെ മജ്‌ലിസുകളിലേക്കുള്ള യാത്രയില്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ 10 തങ്ങളുടെ പള്ളിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയാറുണ്ടായിരുന്നു. എന്നാലോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വർഷമുണ്ടല്ലോ, ആ വർഷത്തിൽ അള്ളാഹുവിന്റെ റസൂൽ 20 ദിവസമാണ് ഇഅ്തികാഫിരുന്നത് എന്ന് രേഖപ്പെടുത്തി വെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ എല്ലാ വർഷവും 10 ദിവസം ഇരിക്കാറുണ്ടായിരുന്ന പ്രവാചകൻ അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വർഷത്തില് 20 ദിവസമാണ് റസൂലുള്ള ഇരുന്നത് എന്ന് രേഖപ്പെടുത്തുമ്പോ അവിടുന്ന് വഫാത്താകുന്ന വർഷത്തിലൂടെ ഇതാ ചില സൂചനകൾ കൊടുക്കുകയാണ്. മാത്രമല്ല, ഓരോ റമദാനിങ് കടന്നു വരുന്ന രംഗങ്ങളിലൂടെ അതാ അള്ളാഹുവിന്റെ വഹീം കൊണ്ട് വരാറുള്ള മലക്ക്, അവിടുന്ന് മലക്കു ജിബ്രീൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്ക വന്നിട്ട് പ്രവാചകന്റെ ഹിഫ്ള് പരിശോധിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിഫ്ള് പരിശോധിക്കാറുണ്ടായിരുന്നു, മനപ്പാഠം പരിശോധിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇതാ അവിടുന്ന് വഫാത്താകുന്ന രംഗത്തിലൂടെ ആ വഫാത്താകുന്ന വർഷത്തിന്റെ റമദാനില് 2 പ്രാവശ്യമാണ് ജിബ്രീൽ റസൂലുള്ളാഹിന്റെ ഖുർആനെ പരിശോധിച്ചതെങ്കിലോ അവിടുത്തെ ഹിഫ്ള് പരിശോധിച്ചതെങ്കിലോ അത് വഫാത്താകുന്ന വർഷത്തിലുള്ള സൂചനയാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു തന്നതാണ്. ഈ പ്രാവശ്യം 2 തവണയാണ് എന്റെ ഹിഫ്ള് അള്ളാഹുവിന്റെ മലക്ക് പരിശോധിച്ചത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാൻ. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ ചില സൂചനകൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുണ്ട്. മാത്രമല്ല, നമുക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഹജ്ജ് എന്ന് പറയുന്നത് ഒരേ ഒരു ഹജ്ജ് മാത്രമാണ്. ആ ഹജ്ജിന് തന്നെ പറയുന്നത് ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജ് എന്നാണ്, അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജിന് വേണ്ടി സ്വഹാബാക്കൾ കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ല, ഇന്നി ലാ അദ്രി, തീർച്ചയായും എനിക്കറിയില്ല സ്വഹാബത്തേ, ലഅല്ലി ലാ അൽകാകും ബഅദ. അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ലഅല്ലി, ഒരു പക്ഷേ, ലാ അൽകാകും, ഞാൻ നിങ്ങളോട് കൂടെ ബാക്കിയുണ്ടാവുകയില്ല, ബഅദ അമീ ഹാദാ, ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളോട് കൂടെ ബാക്കിയില്ല എന്ന് വരാം. ഫി ഹാദൽ മൗഖിഫി ഹാദാ,
ഈ മണ്ണിലും ഒരു പക്ഷേ ഞാൻ ബാക്കിയുണ്ടായി എന്ന് വരില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല അവിടുന്ന് ജംറകളെ എറിഞ്ഞതായ അവസ്ഥയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലേ, ഖുദൂ അന്നീ മനാസികക്കും, സ്വഹാബത്തെ ഹജ്ജിന്റെ കർമ്മങ്ങളെ നല്ലപോലെ നോക്കി പഠിക്കണേ. ഹജ്ജിന്റെ കർമ്മങ്ങള് നല്ലപോലെ നിങ്ങൾ നോക്കി പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹദാ, ഒരുപക്ഷെ ഈ വർഷത്തിന്റെ ഹജ്ജിന് ശേഷം ഞാൻ ഹജ്ജ് ചെയ്തില്ല എന്ന് വരാ. അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങള് നിങ്ങൾ വ്യക്തമായി നോക്കി പഠിക്കണം സ്വഹാബാ. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാം, അല്ലേ, ഇനി അടുത്ത വർഷം ഒരു ഹജ്ജ് ഉണ്ടാകുമ്പോ ഞാൻ ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളെ വ്യക്തമായി നിങ്ങൾ നോക്കി പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള സൂചനകൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഇറങ്ങിയില്ലേ, അല്ലേ, സൂറത്തുൻ നസ്ർ. പ്രിയമുള്ളവരെ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനമിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ സഹായം വന്നില്ല, അല്ലാഹുവിന്റെ വിജയത്തെക്കുറിച്ച് പരാമർശം വന്നില്ല. സ്വഹാബാക്കളിൽ പലരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, പല സ്വഹാബാക്കളും കരഞ്ഞുപോയ അവസ്ഥയാണുള്ളത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പല സ്വഹാബാക്കളും കരഞ്ഞു പോയില്ലേ. കാരണം അവർ മനസ്സിലാക്കുന്നതോ ഈ വചനങ്ങളുടെ പൂർത്തീകരണങ്ങളോടുകൂടെ, ഈ അധ്യായം അങ്ങ് അവതരിച്ചതോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൂചനയാണ് ഈ വചനങ്ങളിലൂടെ നൽകപ്പെട്ടത് എന്ന അവിടുത്തെ സ്വഹാബാക്കൾ മനസ്സിലാക്കിയത്. അല്ലേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൂചനയാണ് അവിടെ നിന്ന് കൊണ്ട് മനസ്സിലാക്കപ്പെട്ടത്. തീർന്നില്ല പ്രിയമുള്ളവരെ, ഇനിയും ഒരുപാട് സൂചനകൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിക്കുകയാണ്. അവിടേക്ക് യാത്ര പുറപ്പെടുവിക്കുന്ന സന്ദർഭത്തിലൂടെ അവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവിടെ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന വാക്കുണ്ടല്ലോ, മുആദ്, ഈ ഒരു വർഷത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടുമുട്ടിയില്ല എന്ന് വരാ. മുആദിനെ യമനിലേക്ക് പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മുആദേ, ഇനി ഈ ഒരു വർഷത്തിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ല എന്ന് വരാ. ഔ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ ഔ കബരി, അതല്ല എങ്കിൽ നീ എന്റെ ഈ മസ്ജിദിലൂടെ നടന്നു പോകുമ്പോ എന്റെ ഖബറിന്റെ സമീപത്ത് കൂടെയായിരിക്കാം നീ നടന്നു പോകുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഫിറാഖിനെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ അവിടുന്ന് കൊടുക്കുമ്പോ അവിടുന്ന് മുആദ് റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞു പോയി. പ്രിയമുള്ളവരെ, മുആദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ എന്നോട് യാത്ര പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് വിട ചോദിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവിടുന്ന് മുആദ് റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞുപോയി. ഇനിയും സൂചനകൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തതായിട്ടോ അവിടുന്ന് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിലൂടെ ഉദ്ധരിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, അന്നല്ലാഹ സുബ്ഹാനഹു ഖയ്യറ അബ്ദാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണോ അതോ ദുനിയാവാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമക്ക് വേണ്ടി കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖ്താറ മാ ഇൻദല്ലാഹ്, അപ്പോൾ ആ അടിമ എന്ത് ചെയ്തു എന്ന് തന്റെ റബ്ബിന്റെ അടുക്കലുള്ളതാണ് ആ അടിമ തെരഞ്ഞെടുത്തത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബത്തിനോട് പ്രസംഗിക്കുമ്പോ ഫബകാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞുപോയി. ഇവിടുന്ന് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഒരടിമക്ക് ദുനിയാവ് വേണോ അതല്ല അല്ലാഹുവിന്റെ അടുക്കലുള്ളത് വേണോ? അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഒരടിമ തെരഞ്ഞെടുത്തത് അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? പിന്നെ എന്തിനാണ് അവിടുന്ന് അബൂബക്കർ കരയാനുള്ള കാരണമെന്ന് അവിടുന്ന് അദ്ദേഹം അന്വേഷിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ അബ്ദു, ആ അടിമ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാനുള്ള സൂചനയാണ് ആ വാക്കിലൂടെ നൽകിയത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ അവിടുന്ന് സ്വഹാബാക്കളും കരഞ്ഞുപോയി. മാത്രമല്ല പ്രിയമുള്ളവര്, അവിടുന്ന് വഫാത്താകുന്ന വർഷത്തിലതാ ഉഹുദിന്റെ നേതാവായ സയ്യിദ് ശുഹദാ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗൽഭരായ സ്വഹാബത്തുള്ള ആ ഉഹുദിന്റെ രണഭൂമിയിലോ അല്ലാഹുവിന്റെ റസൂൽ സിയാറത്ത് ചെയ്യുകയാണ്. അതുപോലെ മദീനയുടെ ബഖീന്റെ ഖബർസ്ഥാനിലും റസൂലുള്ളാഹി സിയാറത്ത് ചെയ്തു. അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ പോയി സന്ദർശനം നടത്തി. സിയാറത്ത് എന്ന് പറയുമ്പോൾ നാം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സന്ദർശനം എന്നാണ്. ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്തായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതല്ലാതെ ഒരു പ്രത്യേക ഒരു ടൂർ പാക്കേജ് ആക്കാനോ അവിടെ പോയി നിലവിളക്ക് കൊളുത്തലോ ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിന്റെ രണഭൂമിയിൽ പോയി, അല്ലേ, ഖബറിന്റെ അടുത്ത് പോകുമ്പോൾ സലാം പറഞ്ഞ് ഖബറാളിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ പച്ചയായ സിയാറത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബഖീന്റെ ഖബർസ്ഥാനിലും അതുപോലെ തന്നെ അവിടുന്ന് ഉഹുദിന്റെ രണഭൂമിയിലും അല്ലാഹുവിന്റെ റസൂൽ സിയാറത്ത് ചെയ്യുകയുണ്ടായി. ഇനി പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകാൻ തുടങ്ങിയ ദിവസങ്ങൾ, ആ വഫാത്തിനോടടുത്ത ദിവസങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നല്ല വേദനകളും നൊമ്പരങ്ങളും അനുഭവിച്ച ദിവസമാണ് സഫർ മാസത്തിന്റെ അവസാന ദിവസങ്ങളും അതുപോലെ തന്നെ റബീഉൽ അവ്വൽ മാസത്തിലെ ആദ്യ ദിവസങ്ങളുമെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയാൻ സാധിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മരണത്തിന്റെ രോഗം തുടങ്ങുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ താമസിക്കേണ്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല ഭാര്യമാരും ഉള്ളതുകൊണ്ട് ഓരോ ഭാര്യമാരുടെ അടുക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസം താമസിക്കാറാണ്. അങ്ങനെ ഊഴത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഊഴമെത്തിയ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു സ്വഹാബി മരണപ്പെട്ടിരിക്കുകയാണ്. ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുപോയി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറടക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന രംഗങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ റസൂലിന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് കഠിനമായ തലവേദനയിലൂടെ കഴിയുകയാണ്. കഠിനമായ തലവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ
അവിടുന്ന് ആയിഷ ബീവി തന്നെ പറഞ്ഞില്ലേ, എന്തൊരു തലവേദനയാണെന്ന് ആയിഷ ബീവി പറഞ്ഞു. അവിടുത്തെ തലവേദനയുടെ കാഠിന്യം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബൽ അന യാ ആയിഷ വറസാ, എന്നാൽ എൻ്റെ ആയിഷ, എനിക്കും തലവേദനയുണ്ട് ആയിഷ. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ രോഗം തുടങ്ങുന്നത് പ്രിയമുള്ളവരെ അന്നത്തെ ആ ഒരു ദിവസമായിരുന്നു. റസൂലുള്ള വീട്ടിലേക്ക് കടന്നു വരുമ്പോ മഹദിയായ ആയിഷ ബീവി തലവേദനയുടെ കാഠിന്യം കൊണ്ടിരിക്കുക. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നിനക്ക് മാത്രമല്ല എനിക്കും ആ കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട് ആയിഷ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, നീ വിഷമിക്കണ്ട ആയിഷ, ലൗ മിത്തി ഫകുംതി അലൈകി, ലൗ മിത്തി ഫകുംതു അലൈകി. ആയിഷ, നീയാണ് മരിക്കുന്നതെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിക്കും ആയിഷ, ഞാൻ നിന്നെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ, ഞാനാണ് നിന്നെ പൊതിയുക ആയിഷ, ഞാനാണ് നിന്നെ മറമാടുക ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സാന്ദർഭികമായി നിങ്ങളോട് പറയാ, വലിയൊരു ഗുണപാഠം തന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇന്ന് പല നാടുകളിലുമുള്ള പല തെറ്റായ ചിന്താഗതികളുമുണ്ട്. ഒരു മനുഷ്യന്റെ മരണമങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇണയുമായുള്ള ത്വലാഖാണ് സംഭവിച്ചത് എന്ന് പറയുന്ന പല ആളുകളും നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. എന്തിനേറെ എന്നറിയോ, തന്റെ ഭാര്യ മരണപ്പെട്ട് കിടക്കുമ്പോ തന്റെ ഭാര്യയുടെ മയ്യത്തൊന്ന് കാണാൻ വേണ്ടി കടന്നു വരുന്ന ഭർത്താവിനോ തടഞ്ഞു വെച്ച നാടല്ലേ. എന്തിനാണെന്നറിയോ, ആ ഭാര്യയുമായുള്ള നിക്കാഹിന്റെ ബന്ധം അവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട്, അവൾ അന്യ സ്ത്രീയാ, അതുകൊണ്ട് അവളുടെ മയ്യത്ത് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെച്ച അവസ്ഥകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ എന്റെ പ്രിയമുള്ളവര്, ഈ വിശ്വാസങ്ങളുടെ അടിവേറെടുത്തുകൊണ്ടാ അല്ലാഹുവിന്റെ മതം ജനങ്ങളോട് പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, നീയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ, നിന്റെ മയ്യത്ത് ഞാൻ കഫൻ പൊതിയും, ഞാൻ തന്നെ നിനക്ക് വേണ്ടി നിന്ന് നമസ്കരിക്കുമെന്ന് മാത്രമല്ല ഞാൻ തന്നെ നിന്നെ മറമാടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അപ്പോൾ പ്രിയമുള്ളവരെ, അന്നത്തെ ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഠിനമായ വേദന, തലവേദനയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കാൻ. എന്നാലോ അവിടുന്ന് പ്രവാചകന് ഉള്ള ദിനരാത്രങ്ങളിൽ നല്ല വേദനകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അല്ലേ, എന്റെ ശരീരം വേദനിക്കുന്നുണ്ട്. ഏതിന്റെ വേദനയാണെന്നറിയോ? ഏതിന്റെ വേദനയാണെന്നറിയോ? അലമുത്തആമില്ലദീ അകൽതു ഫീ ഖൈബറ, ഖൈബറിന്റെ ഭൂമിയിൽ വെച്ചുകൊണ്ട്, ഖൈബറിൽ വെച്ചുകൊണ്ട് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ വേദനയുണ്ടല്ലോ, അതിന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിന്റെ രണഭൂമിയിൽ വെച്ചൊരു ജൂത സ്ത്രീ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി കൊടുത്ത ഭക്ഷണമുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിച്ചിട്ടില്ല. അവിടുത്തെ വായിൽ വെച്ചിട്ടേ ഉള്ളൂ, അവിടുത്തെ ഉമിനീരിൽ ഒന്ന് തട്ടിയിട്ടേ ഉള്ളൂ. ആ വിഷത്തിന്റെ കാഠിന്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷങ്ങളോട് അടുക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരികമായ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് താമസിക്കുന്നത് മഹദിയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. രോഗം വർദ്ധിച്ച അവസ്ഥയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നത് അവിടുന്ന് മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അല്ലാഹുവിന്റെ റസൂലിന് രോഗം കഠിനമായി വരുമ്പോ അവിടുന്ന് ആഗ്രഹമുണ്ട്, ആയിഷാന്റെ വീട്ടിൽ എനിക്ക് താമസിക്കണമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ഭാര്യമാരോട് ചോദിക്കുന്നു,
അയിന അന അദാ, നാളെ ഞാൻ എവിടെയാണെന്ന് അവിടെന്ന് ഭാര്യമാരോട് ചോദിക്കുകയാണ്. നാളെ ഞാൻ ആരുടെ കൂടെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദിക്കുന്നതിന്റെ കാര്യം മനസ്സിലാക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന് മസ്ജിദുൻ നബവിയോട് ചേർന്ന് താമസിക്കുന്ന അവിടുന്ന് ആയിഷാന്റെ വീട്ടിൽ താമസിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യമാരോട് അവിടുത്തെ ആവശ്യമങ്ങ് ചോദിക്കുമ്പോ അവിടുന്ന് ഭാര്യമാരോട് ചോദിച്ചില്ലേ, എന്റെ ആയിഷാന്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് നിങ്ങൾ അനുവാദം തരുമോ? അവിടുത്തെ ഭാര്യമാർ റസൂലുള്ളാഹിക്ക് അനുവാദം കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വലിയൊരു പാഠം തന്നെ ഇവിടെ പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. നീതിബോധം എന്താണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ചപ്പോ എല്ലാ ഭാര്യമാരോടും അല്ലാഹുവിന്റെ റസൂൽ അനുവാദം ചോദിക്കുകയാണ്. പ്രിയമുള്ളവര്, റസൂലുള്ളാഹിക്കൊന്ന് കൽപ്പിച്ചാൽ പോരെ, അവിടുത്തെ ഭാര്യമാരനുസരിക്കൂല്ലേ? അതല്ലെങ്കിൽ റസൂലുള്ള പറയാ, ഇനി മുതൽ ഞാൻ ആയിഷാന്റെ വീട്ടില് താമസിക്കുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അവിടുത്തെ ഭാര്യമാർ ഒരിക്കലും അതിനെതിരെ പറയൂല്ലല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് ലോകത്തിന് നീതി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ ഭാര്യമാരോട് ചോദിക്കുകയാണോ, ആയിഷാന്റെ വീട്ടിൽ എനിക്ക് താമസിക്കാ, എനിക്കൊന്ന് അനുവാദം തരുമോ? അവിടുത്തെ ഭാര്യമാരുടെ അനുവാദം കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴോ അവിടുന്ന് ആയിഷാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തൊരു പ്രയാസമാണെന്നറിയോ? അവിടുന്ന് ആയിഷ ബീവി പറയാ, മാ റഅയ്തു അഹദാ അശദ്ദൽ വജാ, ഏറ്റവും ഇതുപോലെ വേദന അനുഭവിക്കുന്നതായിട്ടോ ഒരാളെയും ഞാൻ കണ്ടുപോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന അനുഭവിക്കുന്ന രീതിയിൽ ഒരാളും വേദന അനുഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അവിടുന്ന് രേഖപ്പെടുത്തി വെക്കാൻ. നോക്ക് നിങ്ങൾ, നല്ല പ്രയാസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുക. എത്രത്തോളം അറിയോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചെല്ലാം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, നബിയേ, അങ്ങേക്ക് കഠിനമായ പനിയുണ്ടല്ലോ റസൂലേ, എന്തൊരു പ്രയാസമാണ് റസൂലെ അങ്ങ് അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തില്ലേ, ഇന്നി ലഉഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് രണ്ടാള് പ്രയാസപ്പെടുന്ന പോലെ ഇന്ന് ഞാൻ പ്രയാസപ്പെടുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് രണ്ടാള് പ്രയാസപ്പെടുന്ന പോലെ ഞാൻ ഇന്ന് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അത്രയും കഠിനമായ പനി എനിക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, അപ്പൊ താങ്കൾക്ക് രണ്ടാളുടെ പ്രതിഫലമുണ്ടല്ലേ നബിയേ, അങ്ങേക്ക് രണ്ടാളുടെ പുണ്യം ലഭിക്കുമല്ലോ റസൂല്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആ വഫാത്തിനോടടുത്ത രോഗത്തിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുമ്പ് നല്ല പാഠം അല്ലാഹുവിന്റെ റസൂൽ നൽകുകയാണ്. മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദാ, മാമിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമാകട്ടെ, യുസീബുഹു അദാ, അവനൊരു ഉപദ്രവം ബാധിച്ചു കഴിഞ്ഞാൽ ശൗഖത്തുൻ ഫമാ ഫൗഖഹാ, ആ ഉപദ്രവം ഒരു മുള്ളിനാലാകട്ടെ, അതല്ലാതിന് മുകളിലുള്ള ഏത് ഉപദ്രവമാണ് അവനെ സ്ഥാപിക്കുന്നതെങ്കിലോ ഇല്ലാ കഫറല്ലാഹു ബിഹാ, അതുകൊണ്ട് അല്ലാഹു അവനെ പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല. സയ്യിആതി, അവന്റെ പാപങ്ങള്
അല്ലേ ഒരാളുടെ കാലിൽ ഒരു മുള്ളു തറക്കുക, അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള രോഗം അവന് ബാധിക്കുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയാ, നോക്കണേ, അതുകൊണ്ട് അവന്റെ പാപം അല്ലാഹു അവന് പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല. നോക്ക്, നല്ലൊരു പാഠം കൊടുക്കുക. ഏതുപോലെ ഒരു മരം അതിന്റെ ഇല പൊഴിക്കുന്ന പോലെ ഒരാളുടെ പാപങ്ങൾ അല്ലാഹു പൊടിച്ചുകൊണ്ടിരിക്കുകയാ. നോക്കൊരു മരത്തിന്റെ ഇല പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നോക്ക്, അവൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുമ്പോ. അതുകൊണ്ട് പനി വന്നാൽ ഒരു നശിച്ച പനി പറയേണ്ട പ്രിയമുള്ളവരെ, അല്ലേ, നമുക്കൊരു രോഗം വന്നാൽ മനുഷ്യന്റെ കൺട്രോൾ വിടാൻ നമ്മൾ പറയും, എന്ത് നമുക്ക് ബാധിച്ചോ, നമ്മളൊരു കൈയിന്റെ ഒരു ചെറുവിരലിൽ ഒരു ചെറിയ ഉണല് വന്നാൽ മനുഷ്യൻ എന്താ പറയാ, അല്ലേ, ഏത് രോഗം വന്നാലും സഹിക്കാം, പക്ഷെ ഉണല് സഹിക്കാൻ പറ്റൂല. അങ്ങനല്ലേ? കഠിനമായൊരു പനി വന്നാൽ പറയും, ഏത് രോഗം വന്നാലും സഹിക്കാം, പക്ഷെ പനി സഹിക്കാൻ പറ്റൂല. അവൻ എന്താണോ ബാധിച്ചത് അതാണ് ഏറ്റവും വലിയ വിപത്തായിട്ട് അവൻ കാണാ, അല്ലേ? അതിൽ ശാപവാക്ക് പറയണ്ട, അല്ലേ? എത്രയോ കാലം ഞാൻ നിനക്ക് വേണ്ടി നമസ്കരിച്ചിട്ട് പഠിച്ചോനെ, ഇതല്ലേ എനിക്ക് തന്നത് എന്ന് പറയണ്ട. ക്ഷമിച്ചോ, പാടല്ലേ? 12 കൊല്ലക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പരീക്ഷിച്ച മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ശരീരമാസകലം വ്രണങ്ങളുണ്ടായി, പൊട്ടിയൊലിച്ച ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. കൂട്ടുകുടുംബാദികളെ ബന്ധുമിത്രാദികളെ വിട്ടുപോകാൻ തുടങ്ങിയപ്പോ നോക്ക് പ്രിയമുള്ളവരെ, 12 ദിവസമല്ല, 12 മാസമല്ല, 12 കൊല്ലമാ അല്ലാഹുവിന്റെ പരീക്ഷണം ഒരു പ്രവാചകന്റെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കിക്കോ, 21-ാം അധ്യായത്തിന്റെ 84-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞില്ല, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിനോട് തേടിയതായ രംഗമുണ്ടല്ലോ. എന്താ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്നറിയോ? അന്നീ മസ്സനിയൽ ദുർറു, എനിക്കാകെ പ്രയാസം ബാധിച്ചിരിക്കുന്നു അല്ലാ, എനിക്കാകെ പ്രയാസം ബാധിച്ചിരിക്കുന്നു റബ്ബേ. വഅൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവരല്ല അല്ലാ. പ്രിയമുള്ളവരെ, 12 കൊല്ലക്കാലത്തെ പ്രയാസമാണ്, ശരീരത്തിലൂടെ വ്രണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്, അത് പൊട്ടിയൊലിച്ച ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ടും പടച്ചവനെ, നിനക്ക് വേണ്ടി ഇത്ര കാലം ഞാൻ ഇബാദത്ത് ചെയ്തിട്ടുമല്ല, ഇതല്ലേ എനിക്ക് നീ തന്നത് എന്ന് പറയാതെ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ നീയാണ് ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവൻ റബ്ബേ, നീയാണ് ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവൻ അല്ലാ. പ്രിയമുള്ളവരെ, ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ പ്രായത്തിന്റെ മൂർധന്റെ അവസ്ഥ കടന്നുപോയി, മുടികൾ നിറച്ചുപോയി, എല്ല് ദുർബലമായി പോയൊരു മക്കളെ കൊടുക്കാതിരുന്ന മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം അവിടുന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയാ, എന്റെ റബ്ബേ നിന്നോട് തേടി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല റബ്ബേ. എത്ര കാലം അല്ലാഹുവിനോട് തേടിയതാണ്. നല്ല യൗവനത്തിന്റെ കാലഘട്ടം കടന്നുപോയി, മധ്യവയസ്കതയുടെ പടവുകളിലൂടെ താണ്ടിപ്പോയി, ഇന്ന് വാർദ്ധക്യത്തിന്റെ മൂർധന്യ അവസ്ഥകളിലാണ്. മുടി നിറച്ചുപോയി അല്ലാ, തൊലിച്ചുളിഞ്ഞു പോയി റബ്ബേ, ഭാര്യവയോ വന്നികയായി പോയ അവസ്ഥകളാണ്. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകനിതാ അല്ലാഹുവിനോട് പറയുന്നു, വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയാ, എന്റെ റബ്ബേ നിന്നോട് തേടിയിട്ടോ ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല അല്ലാ. ആ പാഠമാണ് വിശ്വാസികളുടെ ജീവിതങ്ങളിലൂടെ വേണ്ടതോ, ആ ചിന്തയാണ് വിശ്വാസികളുടെ ജീവിതങ്ങളിലൂടെ വേണ്ടതോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന രോഗം വന്ന സന്ദർഭത്തില് ആ രോഗത്തിന്റെ മേലെ ആവലാതിപ്പെട്ടു പോയ സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, ഒരു മുസ്ലിമിന്റെ കാലിൽ ഒരു മുള്ള് തറച്ചോ, അതിന്റെ മേലെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായോ, അതിലവൻ ക്ഷമിക്കുന്ന പക്ഷം ഇതാ ഒരു മരത്തിൽ നിന്ന് അതിന്റെ ഇല കുതിർന്നു വീഴുന്ന പോലെ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്നാ
മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞില്ല, ഏതൊരു മുസ്ലിമിനാകട്ടെ അവന് ബാധിക്കുന്ന ഒരു വിഷമമില്ല, ദുഃഖമില്ല, മനക്ലേശമില്ല, സങ്കടമില്ല. അവന്റെ കാലിൽ തറച്ചൊരു മുള്ളു പോലുമില്ല. അതുകൊണ്ട് അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അവിടെ എന്താ മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോ പറയാ, ക്ഷമിച്ചാൽ അല്ലാഹു പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്നാ. എന്നിട്ട് നിങ്ങൾ നോക്ക്, എന്നിട്ടും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കാരത്തിന്റെ കാര്യത്തിലോ പള്ളിയിലേക്ക് പോകുന്ന കാര്യത്തിലോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീഴ്ച വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം നല്ല ചൂടിനാൽ പൊള്ളുന്ന അവസ്ഥയാണ്. തൊടാൻ പോലും കഴിയാത്ത അത്രമാത്രം ചൂട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുക. ആ ചൂടിന്റെ കാഠിന്യം കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുന്നു, ഹരീഖോ അലയ്യ മിൻ സബ്ഇ ഖിറബ്, 7 തോൽപാത്രങ്ങളിൽ നിന്ന് തടിപ്പിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ, അതെന്റെ ദേഹത്തിലൂടെ ഒന്ന് ഒഴിക്കണേ. ചൂടിന്റെ കാഠിന്യമാണ് പ്രിയമുള്ളവര്. വെള്ളം ശേഖരിച്ചു വെച്ച തോലിന്റെ പാത്രമുണ്ടല്ലോ, 7 പാത്രങ്ങളിലായി വെച്ച വെള്ളങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവിടുന്ന് തന്റെ ഭാര്യയോട് ആ വെള്ളം എടുത്തുകൊണ്ട് എന്റെ ദേഹത്തിൽ നിങ്ങളൊന്ന് ഒഴിച്ചു തരണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, അത്ര ചൂട് റസൂൽ അനുഭവിക്കാൻ. എന്തിനാണെന്നറിയോ? പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളി പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിക്ക പ്രിയമുള്ളവരെ, ഒരു നേരത്തെ പനി വന്നു കഴിയുമ്പോൾ പള്ളി പോകാതെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഉറക്കത്തിന്റെ ക്ഷീണമെന്ന് പറഞ്ഞ് സുബഹി ജമാഅത്ത് പോലും കണ്ടിട്ടില്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്ക്, അവിടത്തെ വഫാത്തിനടുത്ത പനി, കഠിനമായ പനി, ചുട്ടുപൊള്ളുന്ന പനി. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇതാ 7 പാത്രങ്ങൾ ഇരിക്കുന്ന തോൽപാത്രങ്ങളിലെ വെള്ളമുണ്ടല്ലോ, എന്റെ ശരീരത്തിലൂടെ ഒന്ന് ഒഴിച്ചതാ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. എന്നിട്ടും പള്ളിയിലേക്ക് പോവാ. മാത്രമല്ല മറ്റൊരു പാഠം കൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു തരാൻ. അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കഠിനമായി വരുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് വേദന അനുഭവിക്കാൻ കഴിയാതെ വന്നാൽ അവിടുന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഇദസ്തകാ നഫസ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദതൈൻ. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് രോഗമങ്ങ് കഠിനമായി കഴിഞ്ഞാൽ, അങ്ങേയറ്റത്തെ പ്രയാസം റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, നഫസ ബിൽ മുഅവ്വിദതാനി, കാവലിനെ ചോദിക്കാനുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈകളിൽ ഓതി അവിടുത്തെ ശരീരം തടവാറുണ്ടായിരുന്നു എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തി വെക്കുമ്പോ, പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിക്ക് രോഗം കഠിനമാകുമ്പോ, വേദന കടിച്ചമർത്താൻ കഴിയാത്ത അവസ്ഥ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലതാ മുഅവ്വിദതൈൻ ഓതി കൈകളിൽ ഓതി ശരീരം തടവുകയാണ്. എത്രത്തോളമെന്നറിയോ? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായി പോയ അവസ്ഥകളിലൂടെ, അവിടുത്തെ കൈ പൊന്തിക്കാൻ കഴിയാതെ വന്ന അവസ്ഥകളിലൂടെ, അവിടുന്ന് റസൂലുള്ളാഹിന്റെ ആരോഗ്യം പറ്റ ക്ഷീണിച്ചു പോയ അവസ്ഥകളിലൂടെ ഞാൻ അവിടെ ഈ സൂറത്തുകൾ ഓതി അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ ഞാൻ ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിന്റെ ശരീരം തടവിക്കൊടുക്കലാണ്. കാരണം റസൂലുള്ളാഹിന്റെ കൈയിന്റെ ബറക്കത്തുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ
റസൂലിന്റെ കൈയിന്റെ ബർക്കത്തുള്ളത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ സൂറത്തുകളുടെ പ്രത്യേകതകളാണ്. അതുകൊണ്ട് മന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതകളാണ്. അല്ലാഹുവിന്റെ റസൂലിന് രോഗം വരുമ്പോ അവിടുന്ന് സ്വയം ഓതി, കൈകളിൽ ഓതി ശരീരം തടവുകയാണ്. എന്നാൽ അതിന് കഴിയാതെ വന്നപ്പോ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ ഈ സൂറത്ത് ഓതി റസൂലുള്ളാഹിന്റെ കയ്യിൽ ഊതി കൊടുക്കുകയാണ്. എന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചു അവിടുത്തെ ശരീരം ഇങ്ങനെ തടവി കൊടുത്തു എന്ന് അവിടുന്ന് ആയിഷ ബീവി തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോ അത്രമാത്രം ഇസ്ലാമിൽ അതിന്റെ സ്ഥാനം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് അത്രമാത്രം വരുന്ന രോഗത്തിന്റെ അവസ്ഥകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രയാസം അനുഭവിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ വെറും 5 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അൻസാറുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ, അവരുടെ മജ്ലിസിലൂടെ കടന്നു പോകുമ്പോൾ അൻസാറുകളായ സ്വഹാബാക്കൾ ഇരുന്ന് കരയുകയാണ്. നോക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രോഗത്തിൽ കഴിയുന്നു. വഫാത്താകാൻ ഇനി 5 ദിവസമേ ബാക്കിയുള്ളൂ. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്നു പോകുമ്പോ അൻസാറുകളിൽപ്പെട്ട സ്വഹാബാക്കൾ കരയാൻ. അവർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഈ സമയത്ത് അവര് പറയാൻ, ദക്കർനാ മജ്ലിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നാ, ഞങ്ങളിലുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ലാസിനെ ഓർത്തുകൊണ്ടാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിൽ ക്ലാസ് എടുത്തിരുന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസാറുകൾ പറയുന്ന അവസ്ഥ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബാക്കളുടെ അടുക്കലേക്ക് വരാൻ മുതിരാൻ. നിങ്ങൾ നോക്ക്, നല്ല പ്രയാസം അനുഭവിച്ചിട്ടാണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ രോഗത്തിന്റെ അവസ്ഥയിലും അവിടുന്ന് തന്റെ സ്വഹാബത്തിന് വേണ്ടി ക്ലാസ് കൊടുക്കാൻ. എങ്ങനെയെന്നറിയോ? തലവേദനയുടെ കാഠിന്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടം ഇതാ ഒരു തുണി നനച്ചുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അവിടുന്ന് പ്രവാചകൻ മിമ്പറിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിന് ക്ലാസ് കൊടുക്കുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അടുത്ത ഭരണാധികാരി ആരാണെന്നുള്ളതിന്റെ സൂചന അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ലാസ്സിലൂടെ കിട്ടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അമന്നാസി അലയ്യ ഫീ സുഹബതിഹി വമാലിഹി അബൂബക്കർ, എനിക്ക് ഏറ്റവും നല്ല സഹവാസം തന്ന, അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടും എനിക്ക് ഏറ്റവും നല്ല സമാധാനം തന്നത് ആരാണെന്നറിയോ? എന്റെ കൂട്ടുകാരനായ അബൂബക്കറാണ് എന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ. മാത്രല്ല അവിടുന്ന് പറയുന്നു, ലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലാ, എന്റെ ഉമ്മത്തിൽ നിന്നൊരു ഖലീലിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ലത്തഖൽതു അബൂബക്കർ ഖലീലാ, അബൂബക്കറിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നു എന്ന് മഹാനായ റസൂൽ